റഷ്യയിലേക്ക് ജോലി തേടിപ്പോയ മലയാളികൾക്ക് ലഭിച്ചത് റഷ്യൻ കൂലിപ്പട്ടാളത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായി തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ട വിവരം വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി കുടുംബത്തെ അറിയിച്ചത്. ഇത്തരത്തിൽ നിരവധി മലയാളികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോയി ചതിക്കുഴിയിൽ അകപ്പെട്ടത്. പലരും ജീവിതം കരുപിടിപ്പിക്കാൻ കടൽ കടന്നതാണെങ്കിലും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാകുകയായിരുന്നു. സന്തോഷ് ഷൺമുഖം, എന്നാണ് താങ്കൾ റഷ്യയിലേക്ക് പോയത്? ഏപ്രിൽ 6 തീയതി. ഇത് റഷ്യയിലേക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞിട്ടാണ് താങ്കളെ കൊണ്ടുപോയത്? അത് ഒന്നാമത് നമ്മുടെ ഏജന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിലിറ്ററി ക്യാമ്പുകളിൽ ഹെൽപ്പിംഗ് പണിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെ പട്ടാളത്തിന്റെ ആ ഒരു ജോലിയിലേക്കാണ് കൊണ്ടുപോകുന്നത് താങ്കൾക്ക് അറിയില്ലായിരുന്നു? ഇല്ല. അതായത് ക്യാമ്പുകളിൽ നമ്മുടെ ജോലി ഇപ്പൊ എന്റെ വയറിങ്ങിന്റെ ജോലിയാണ്. അപ്പൊ ഇലക്ട്രിക്കലിന്റെ അതിലേക്ക് നമുക്ക് കയറാം അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുപോയത്. ഈ ഏജൻസികൾ ഒരുപാട് പൈസ വാങ്ങിയാണോ താങ്കളെ ഉൾപ്പെടെയുള്ള ഈ മലയാളികളെ ഇങ്ങനെ റഷ്യയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് പൈസ വാങ്ങിയാണോ കൊണ്ടുപോകുന്നത്? പൈസ നമ്മളത് 2.5 ലക്ഷം മേടിച്ച് പറഞ്ഞത്. അതെ. പക്ഷെ അതില് അവർക്ക് ഒരാളെ ചേർക്കുമ്പോൾ വേറെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അത് നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് താങ്കൾ ഈ ബിനിലിനൊക്കെ ഒരുപാട് മുമ്പ് റഷ്യയിലേക്ക് പോയ ആളെന്നാണ്. ബിനിൽ അതായത് മുമ്പ് ശരിക്കും ബിനിലിന്റെ മുമ്പ് അല്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അതായത് 2 ദിവസം ഗ്യാപ്പുള്ളൂ. അതായത് ബിനിലൊരു ഫസ്റ്റ്, അത് കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം ഗ്യാപ്പുള്ളൂ. ബിനിലിനെ നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാനല്ലേ? ഞങ്ങൾ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു 1.5 മാസം അടുത്ത് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരു ക്യാമ്പിലായിരുന്നു. അതെ. അപ്പൊ നിങ്ങൾ ഈ ഭാഷയൊക്കെ പഠിപ്പിച്ചിട്ടാണോ റഷ്യയിലേക്ക് കൊണ്ടുപോയത്? ഭാഷ ഒന്നും പഠിപ്പിക്കുന്നുണ്ട്. ഭാഷ അവർക്ക് അങ്ങനെയൊന്നും ഭാഷ പഠിക്കുന്ന ആവശ്യമില്ല. അവർ അത്യാവശ്യം മറ്റേ ഞങ്ങൾ ചെന്നപ്പോ എനിക്ക് മനസ്സിലാക്കി നമുക്ക് തോക്ക് പിടിക്കാറില്ല. തോക്ക് പിടിക്കുക അങ്ങനത്തെ കുറച്ച് യുദ്ധത്തിന്റെ സാധനങ്ങളല്ലേ, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പഠിപ്പിക്കുക. ഭാഷ അത്യാവശ്യമുള്ള ഭാഷകൾ മാത്രം അവർ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് അറിവില്ലായിരുന്നെങ്കിലും അവർക്ക് നല്ല അറിവായിരുന്നു. ഈ ഏജൻസികൾക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഏജൻസി അറിയായിരിക്കും. കാരണം നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടേക്ക് പോകണം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതൊരു മലപ്പുറം ആയിരിക്കും. കാരണം അവർക്ക് അത്ര കമ്മീഷൻ കിട്ടുന്നുണ്ട് ഒരാളെ. ശ്രീ സന്തോഷ്, ഒരുപാട് മലയാളികൾ ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മലയാളികൾ ഇപ്പൊ നമുക്ക് മലയാളികൾ ഉണ്ട്, സംഭവം മലയാളികൾ ഉണ്ട്. ഇപ്പം അവിടെ മിലിറ്ററിയിൽ ഉണ്ടാവാൻ വഴിയുണ്ട്. രക്ഷപ്പെടുന്ന വെച്ചാൽ നമുക്ക് ഫസ്റ്റ് പോയത് തുള ക്യാമ്പാണ്. തുള എന്ന സ്ഥലത്താണ് ഫസ്റ്റ് പോയത്. പിന്നെ ആ ക്യാമ്പിലാണ് നമ്മുടെ ബിനിലും എല്ലാവരും ഉണ്ടായിരുന്നു. 6 പേരുണ്ടായിരുന്നു മലയാളികൾ. അവിടെ കുറെ ഈജിപ്തുകാരുണ്ടായിരുന്നു, ഈ മറ്റേ ഗാന, പിന്നെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുറെ രാജ്യക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 2 സ്പ്ലിറ്റ് ആയി പോയി. അത് 3 പേര്. അതായത് ബിനിലും ജയിൻ സന്ദീപ് ഒരു ഭാഗത്തേക്ക് പോയി. ഞാൻ, റെനിൻ, പിന്നെ സിബി എന്ന് പറഞ്ഞ 3 പേരും. ഞങ്ങൾ 3 പേര് വേറെ സ്ഥലത്തേക്ക് പോയി. അതായത് അവരോരോ അടുത്ത ക്യാമ്പിൽ ട്രെയിനിങ്ങിനായിട്ട് അടുത്ത ക്യാമ്പിൽ അങ്ങനെ അപ്പൊ ഞങ്ങൾ പോയി ക്യാമ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പ് റോസ്റ്റോവ് എന്നാണ് ഞങ്ങളുടെ ക്യാമ്പ്. റോസ്റ്റോവ് ക്യാമ്പാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അവിടെ 20 ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ലുഹാൻസ്ക് അടുത്ത ക്യാമ്പ് ലുഹാൻസ്ക്. അത് കഴിഞ്ഞാൽ ലുഹാൻസ്ക് ഒരു പകുതി, അവിടെ ഒരു 75-90 സ്ഥലത്തുണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടെ ഒരു പകുതി ഒരു മാസം നേരെ സന്ദീപ് മരിച്ചു ഞങ്ങൾ നാട്ടിൽ നിന്ന് അറിയുന്നത്. സന്ദീപ് മരിച്ചെന്ന് അറിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും സിറ്റുവേഷൻ മോശം മനസ്സിലായി. അപ്പൊ തന്നെ എല്ലാവരും അറിയിച്ചു, എംബസി അറിയിച്ചു, ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി പേര് പെട്ടുകിടക്കുന്നില്ലേ? നിരവധി പേര് വീട്ടെടുക്കുന്നുണ്ട്, ഇപ്പോഴും എടുക്കുന്നുണ്ട്. എങ്ങനെ അവരെ രക്ഷിക്കാൻ കഴിയും? അങ്ങനെ എന്തെങ്കിലും എംബസി നിങ്ങളെ അറിയിച്ചിരുന്നോ? ഇപ്പൊ ഞങ്ങൾ പോന്നപ്പോ കുറെ ഹിന്ദിക്കാരുണ്ടായിരുന്നു, തമിഴ്മാരുണ്ടായിരുന്നു, അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇനിയും ആൾക്കാർ വരാനുണ്ട് തോന്നുന്നു. അവരെവിടേക്കാന്ന് അറിയും. അവരെ കൂടി സുരക്ഷിതമായി എത്തിക്കുമെന്നാണോ എംബസി വാക്ക് നൽകിയിരിക്കുന്നത്? അവരെ കൂടി സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കുമെന്ന രീതിയിലാണോ എംബസി നിങ്ങളോട് സംസാരിച്ചത്? അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് കൊണ്ടുവരാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ വിധിയിൽ നീണ്ടു പോയി. അത് നമ്മൾ കുറെ തവണ സംസാരിച്ചാണ്. എംബസിയായിട്ട് കുറെ തവണ സംസാരിച്ചു. എന്തുകൊണ്ട് അവിടെ വരാൻ പറ്റാത്തതെന്നുള്ള സംഭവം കുറെ സംസാരിച്ചു. കാരണം മിലിറ്ററിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ട് ഒഴിവാക്കണം എന്നുള്ള സാധനം വന്നിട്ട് പോലും ഇവരുടെ നടപടി വന്നല്ലേ. അതെന്തുകൊണ്ടാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെ എംബസിയെ ആശ്രയിച്ചപ്പോൾ അവരുടെ സമീപനം എങ്ങനെയായിരുന്നു നിങ്ങളുടെ?
എംബസി നല്ല ഇതിലാണ് നമ്മൾ എടുത്തു. ഇപ്പം ആക്ഷനൊക്കെ വേഗം എടുത്തു. പക്ഷെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന അത് ഞങ്ങൾ കൊണ്ടുപോയി കമാൻഡർ കുഴപ്പമില്ലാത്ത കമാൻഡർ കാരണം അത് ഞങ്ങളിലേക്ക് വേഗം ഇത് റിട്ടേൺ അടിച്ചു. അത് ഞങ്ങൾ നേരെ യുദ്ധത്തിലായിരുന്നു. 10 ദിവസം ഞങ്ങൾ നേരെ യുദ്ധത്തേക്ക് വിട്ടത്. താങ്കളൊരു ടെക്നീഷ്യൻ ആണെന്ന് പറയുന്നു. ഈ തോക്കൊക്കെ പിടിക്കാൻ അത് പരിശീലിപ്പിച്ചപ്പോഴും അതിനുശേഷമൊക്കെ ഭയം തോന്നിയില്ലേ? ഫസ്റ്റ് തോക്ക് പിടിക്കാന്നപ്പോ ശരിക്കും പേടി വന്നു. ഞങ്ങൾ പരമാവധി തോക്ക് എടുക്കാണ്ടിരിക്കാൻ നോക്കി. പക്ഷെ അത് സംഭവിക്കണില്ല. കാരണം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് എല്ലാവർക്കും അറിയാം. താങ്കളുടെ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത്? അവരോട് പറഞ്ഞായിരുന്നോ ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നതെന്ന്? ഇല്ല, അവിടെ അങ്ങനെ പറഞ്ഞില്ലേ. കാരണം 20 ദിവസം ട്രെയിനിങ് ഉണ്ടെന്നല്ല പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ജോലിക്ക് കയറാന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ നമ്മള് അതൊന്നും പറഞ്ഞില്ലേ, അതൊന്നും പറഞ്ഞില്ലേ. അത് ഞാൻ ബുദ്ധിമുട്ടുള്ള ദിവസം പറഞ്ഞില്ലേ. ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് കയറില്ല. പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും വളരെ വലിയൊരു അതിജീവനത്തിന്റെ കഥയാണ് താങ്കൾ ഷെക്കൻ ന്യൂസിലൂടെ വൈകുന്നേരം വാർത്താ നേരത്തിൽ പ്രേക്ഷകരോട് പങ്കുവെച്ചത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന അത്രയും ഇന്ത്യക്കാർ അല്ലെങ്കിൽ അത്രയും ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ എംബസിക്ക് തിരിച്ച് നാട്ടിലെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് അവർക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്. ജീവിതം ഒന്ന് കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും പ്രവാസികൾ ആകുന്നത്. അപ്പോൾ വളരെ നന്ദി ശ്രീ സന്തോഷ് ഷൺമുഖൻ.